നമസ്തേ. നാം ഭഗവത്ഗീതയുടെ ആദ്യ 2 അധ്യായങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി 3-ാമത്തെ അധ്യായമാണ്. ആ അധ്യായത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു വിവരം നിങ്ങളോട് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗീത വ്യാഖ്യാനം പരമ്പരാഗതമായി ഗുരുക്കന്മാരും ആചാര്യന്മാരും ചെയ്തു പോരുന്ന രീതിയിലല്ല ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. ഞാൻ ഇത് ശാസ്ത്രീയ യുക്തിയിലാണ് അവതരിപ്പിക്കുന്നത്. ആധുനിക ശാസ്ത്രത്തിൻ്റെ യുക്തിയിലാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. ആ യുക്തി ഭഗവത്ഗീതയ്ക്കും അതിൻ്റെ മുൻഗാമിയായിട്ടുള്ള ഉപനിഷത്തുകൾക്കും വളരെ യോജിക്കുന്ന രീതിയാണ്. അതാണ് യോജിക്കുന്ന രീതി. വിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിൽ കെട്ടിപ്പൊക്കിയ ഒരു തത്വ സംഹിതയല്ല ഹിന്ദു ആത്മീയത എന്ന് പറയുന്നത്. ഉപനിഷത്തുകളാണ് ഏറ്റവും അടിസ്ഥാന ഗ്രന്ഥങ്ങൾ. അവയുടെ ഒരു സാരാംശം സന്ദർഭോചിതമായി മറ്റ് വിഷയങ്ങളും ചേർത്ത് അവതരിപ്പിച്ചിട്ടുള്ള ഒന്നാണ് ഭഗവത്ഗീത. മഹാഭാരതത്തിൻ്റെ ഒരു ഭാഗമാണ്, ഹൃദയമാണ് ശരിക്ക് ഈ ഭഗവത്ഗീത എന്ന് പറയുന്നത്. അത് ആചാര്യന്മാർ ദൈവശാസ്ത്രപരമായിട്ടുള്ള അവരുടെ വിശ്വാസപരമായിട്ടുള്ള രീതിയിലാണ് അതിനെ വ്യാഖ്യാനിച്ചിട്ടുള്ളത്. അപ്പോൾ സംഭവിക്കുന്ന ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിൻ്റെ ഈ യുക്തിപരമായ അംശം വാനിഷ് ചെയ്തു പോകുന്നു, അതായത് ഇല്ലാതായി പോകുന്നു. നമുക്ക് വേണ്ടത്, ഇന്നത്തെ തലമുറയ്ക്ക് വേണ്ടി, എന്നത്തെയും നിലനിൽപ്പിന് വേണ്ടി, എന്നത്തെയും തലമുറകൾക്ക് വേണ്ടി ആവശ്യമുള്ളത് ഈ യുക്തിപരമായിട്ടുള്ള സമീപനമാണ്. അതാണ് ഞാനിവിടെ സ്വീകരിച്ചിരിക്കുന്നത്. യുക്തിക്ക് വഴങ്ങുന്നതാണെന്ന് മാത്രമല്ല, യുക്തിയാണ് അതിൻ്റെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പഠന സാമഗ്രി, പഠന സമ്പ്രദായം, പഠന ഉപാധി. അതാണ് ആ മാർഗമാണ് ഞാൻ സ്വീകരിച്ചിരിക്കുന്നത്. ഞാൻ പറയുന്നതിൽ എവിടെയെങ്കിലും എന്തെങ്കിലും യുക്തിഭംഗമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം. പരസ്പര വൈരുദ്ധ്യമുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാം. അങ്ങനെ ഒന്നും ഗീതയിലുമില്ല, അതുപോലെ തന്നെ ഉപനിഷത്തുകളിലുമില്ല. ഉണ്ടെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അവർ അത് തെറ്റായി മനസ്സിലാക്കി, തെറ്റായി വ്യാഖ്യാനിച്ചു എന്നാണ് അർത്ഥം. ഉപനിഷത്തുകളിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ ബ്രാഹ്മണങ്ങളുടെയും ആരണ്യങ്ങളുടെയും അവയിൽ നിന്ന് എടുത്തിട്ടുള്ള ഉപനിഷത്തുകളിൽ അവയുടെ അംശങ്ങൾ കാണും. ആ അംശങ്ങൾ വിശ്വാസപരമായിട്ടുള്ളതാണ്. അത് ഈ അനുഷ്ഠാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്, യജ്ഞങ്ങൾക്കും യാഗങ്ങൾക്കും വേണ്ടിയിട്ടുള്ളതാണ്. ആ ഭാഗത്തെ നമ്മൾ ഉപേക്ഷിക്കണം. എന്നിട്ട് തത്വപരമായിട്ടുള്ള ഭാഗങ്ങൾ മാത്രം പഠിക്കണം. അതാണ് ആത്മീയ തത്വം, ശാസ്ത്രീയമായിട്ടുള്ള ആത്മീയ തത്വം. ഉപനിഷത്തുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മീയതയുടെ ശാസ്ത്രമാണ് എന്നാണ് ഞാൻ അതിനെ വിളിക്കുന്നത്. ഇനി നമുക്ക് അതിൻ്റെ സാരാംശമായ ഭഗവത്ഗീതയിലേക്ക് വരാം. 3-ാം അധ്യായത്തിലേക്കാണ് നാം വരുന്നത്. 3-ാം അധ്യായം തുടങ്ങുന്നത് അർജുനൻ്റെ ഒരു ചോദ്യത്തോടു കൂടിയാണ്. 3-ാം അധ്യായത്തിൻ്റെ പേര് കർമ്മയോഗം എന്നാണ്. 43 ശ്ലോകങ്ങളാണ് ഇതിലുള്ളത്. ഇത് തുടങ്ങുന്നത് അർജുനൻ ഒരു ചോദ്യം ചോദിക്കുന്നതോടെയാണ്. ആ ചോദ്യം ഇങ്ങനെയാണ്. ചോദ്യം എന്ന് പറഞ്ഞാൽ 2:49 ശ്ലോകത്തിൽ ഭഗവാൻ അർജുനനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ദൂരേണ ഹ്യ അപരം കർമ്മ ബുദ്ധിയോഗാ ധനഞ്ജയ ബുദ്ധൗ ശരണമന്വിച്ച കൃപണ ഫലഹേതവ. നീ കർമ്മയോഗ ബുദ്ധിയോടുകൂടി ചെയ്യണമെന്നുള്ളതാണ്. യോഗബുദ്ധിയാണ് ഏറ്റവും വ്യവസായാത്മിക ബുദ്ധി. ഏകൈക ഗുരുനന്ദന എന്ന് പറയുന്നത് ആ വ്യവസായാത്മിക ബുദ്ധി എന്ന് പറയുന്നത് ഈ കർമ്മയോഗമാണ്. കർമ്മം ചെയ്യാനുള്ള കർമ്മയോഗമാണ്. അതിനെക്കുറിച്ച് പറഞ്ഞു. യോഗസ്ഥക്കുരു കർമാണി സംഘം ദഗ്ധ്വാ ധനഞ്ജയ സിദ്ധ്യസിദ്ധ്യൗ സമോ ഭൂത്വ സമത്വം യോഗ ഉച്യതേ. ഇതൊക്കെ പറഞ്ഞിട്ടാണ് പറയുന്നത് ഈ ബുദ്ധിയുമായിട്ട് യോജിക്കാത്ത കർമ്മങ്ങൾ അപരങ്ങളാണ്, എന്നുവെച്ചാൽ ഏറ്റവും താഴ്ന്ന ലെവലിലുള്ളതാണ്. അത് നിങ്ങളെ വിനാശത്തിലേക്ക് നയിക്കുന്നതാണ്. അതാണ് ഈ ദൂരേണ ഹി അപരം കർമ്മ ബുദ്ധിയോഗ ധനഞ്ജയ. ബുദ്ധി എന്ന് പറഞ്ഞാൽ ഈ വ്യവസായാത്മിക ബുദ്ധി, ഈ കർമ്മയോഗ ബുദ്ധി, യോഗബുദ്ധിയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതിനോട് കൂടാത്ത കർമ്മങ്ങൾ അപരമാണ്, അത് താഴ്ന്നതാണ് എന്ന് പറയുന്നത്. നീ അതുകൊണ്ട്
ബുദ്ധൗ ശരണം, ബുദ്ധിയിൽ ശരണം പ്രാപിക്കുക എന്നാണ് പറയുന്നത്. പക്ഷെ അർജുനൻ അത് തെറ്റിദ്ധരിച്ചു. അർജുനൻ വിചാരിക്കുന്നതിന് ബുദ്ധി എന്നും പറയുന്നത് കർമ്മം എന്നും പറയുന്നത് രണ്ടെണ്ണം ഉണ്ട്. അതിൽ ബുദ്ധിയാണ് നല്ലത്, കർമ്മം അല്ല എന്ന്. കർമ്മം അല്ലെന്ന് അവിടെ ആ ശ്ലോകത്തിൽ ഒന്നിലും പറയുന്നതില്ല. ആണെന്ന് ധരിച്ച് ഇയാളൊരു ചോദ്യം ചോദിക്കുകയാണ്. ഇങ്ങനെ ബുദ്ധിയും കർമ്മവും രണ്ടിൽ ബുദ്ധിയാണ് ശ്രേഷ്ഠമെങ്കിൽ അങ്ങ് എന്തിനാണ് എന്നെ ഈ കർമ്മത്തിലേക്ക് നയിക്കുന്നത്? കർമ്മം ചെയ്യാൻ എന്നോട് പറയുന്നത് എന്തിനാണ്? ഇതാണ് ചോദ്യം. ഏതെങ്കിലും ഒരെണ്ണം നിശ്ചയപ്പെടുത്തി തീർച്ചപ്പെടുത്തി എന്നോട് പറയുക. എനിക്ക് അത് ഏതാണ് ഇതിൽ രണ്ടിൽ ഏതാണ് എനിക്ക് ശ്രേയസ്കരമായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തീർച്ചപ്പെടുത്തിയിട്ട് എന്നോട് പറയൂ കൃഷ്ണ എന്നാണ് അർജുനൻ ഈ 3:1-3:2 ശ്ലോകങ്ങളിലൂടെ കൃഷ്ണനോട് അഭ്യർത്ഥിക്കുന്നത്. കൃഷ്ണൻ പറയും, ഞാൻ അങ്ങനെ ഒരു താരതമ്യം ഒന്നും നടത്തിയിട്ടില്ല. അങ്ങനെ നേരിട്ട് പറയരുത്. കൃഷ്ണൻ ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ 2 നിഷ്ഠകളെക്കുറിച്ച് ഈ ലോകത്തോട് പറഞ്ഞിട്ടുള്ളൂ. അത് ജ്ഞാനയോഗവും കർമ്മയോഗവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ പറഞ്ഞ പോലെ കർമ്മവും ബുദ്ധിയും അങ്ങനെയുള്ള ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്നർത്ഥം. അതാണ് അടുത്ത ഈ 3 ശ്ലോകത്തിൽ കൃഷ്ണൻ പറയുന്നത്. ലോകേസ്മിൻ ദ്വിവിധാ നിഷ്ഠ പുരാ പ്രോക്ത മയാ അനഘ ജ്ഞാനയോഗേന സാഖ്യാനാം കർമ്മയോഗേന യോഗിനാം. ഇതാണ് പറയുന്നത്. യോഗികൾക്ക് കർമ്മയോഗം, അതായത് സാഖ്യന്മാർക്ക് ജ്ഞാനയോഗം. സാഖ്യന്മാർ എന്ന് പറഞ്ഞാൽ യുക്തി അധിഷ്ഠിതമായി കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരാണ് ഈ സാഖ്യന്മാർ. അവർക്ക് അവർ ജ്ഞാനത്തിലാണ് അവർക്ക് താല്പര്യം. ജ്ഞാനയോഗമാണ് അവരുടെ വഴി എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതാണ് ഒരു നിഷ്ഠ. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ കർമ്മയോഗം. ഈ യുക്തി അധിഷ്ഠിതമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ താല്പര്യമില്ലാത്തവർക്കായിട്ട് ഞാൻ കർമ്മയോഗം ഉപദേശിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ, അതായത് സിദ്ധിയും അസിദ്ധിയും സമമായി കണ്ട് സംഘരഹിതരായി ഫലത്തിൽ ഇച്ഛയില്ലാതെ നീ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ നീ ഈ ജ്ഞാനയോഗികൾ എത്തുന്ന സ്ഥലത്ത് തന്നെ എത്തും. ഏതാണ്? ആ 2 പേരും എത്തുന്ന ഒരു സ്ഥലമേ ഉള്ളൂ. അത് നൈഷ്കർമ്മ്യ സിദ്ധി എന്നൊരു സ്ഥാനമാണ്. ആ സിദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി കർമ്മം ചെയ്തില്ലേലും ഒന്നുമില്ല, അല്ലെങ്കിൽ എനിക്കിനി കർമ്മം ചെയ്യേണ്ട ആവശ്യമില്ല, കർമ്മത്തിലൂടെ എനിക്കൊന്നും നേടാനില്ല എന്നൊരവസ്ഥയിലെത്തുന്നതാണ് നൈഷ്കർമ്മ്യ സിദ്ധി. ആ സിദ്ധിയുടെ പ്രാധാന്യം എന്താണ്? ആ സിദ്ധി ഉണ്ടെങ്കിൽ, ആ സിദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മസാക്ഷാത്കാരത്തിലേക്കുള്ള ആദ്യത്തെ പടിയാണ്. ഈ സിദ്ധി നേടിയതിനു ശേഷമാണ് പിന്നെ മുന്നോട്ടുള്ള യാത്ര ആരംഭിക്കുന്നത്. പിന്നെ നമ്മുടെ തപസ്സിലൂടെയും മറ്റ് നിയന്ത്രണങ്ങളിലൂടെയൊക്കെ നമ്മൾ ബ്രഹ്മത്തെ പ്രാപിക്കുന്നു. ബ്രഹ്മത്തെ പ്രാപിച്ചതിന് ശേഷമാണ് ആത്മാവിൽ ലയിക്കുക, ആത്മസാക്ഷാത്കാരം നേടുക, ആത്മാവ് തന്നെയാണ് താനെന്നൊരു ബോധം ഉള്ളിൽ ഉദിക്കുക. ഇത് ഗീതയുടെ 18-ാം അധ്യായത്തിലെ 49 മുതൽ 55 വരെ ശ്ലോകങ്ങളിൽ ഈ യാത്രയുടെ നൈഷ്കർമ്മ്യ സിദ്ധി മുതൽ അതുപോലെ തന്നെ ആത്മസാക്ഷാത്കാരം വരെയുള്ള കാര്യങ്ങൾ വിശദമായിട്ട് അതിനകത്ത് പറയുന്നുണ്ട്. അതിനി നമ്മൾ 18-ാം അധ്യായം പഠിക്കുമ്പോൾ നമുക്ക് പഠിക്കാം. അപ്പൊ ഇങ്ങനെ 2 നിഷ്ഠകളാണ് കൃഷ്ണൻ ലോകത്തിനായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. ആ നിഷ്ഠകൾ രണ്ടും കൊണ്ടു ചെല്ലുന്നത് നൈഷ്കർമ്മ്യ സിദ്ധി എന്ന സ്ഥലത്തേക്കാണ്. പിന്നെ കർമ്മം വിട്ട് ബുദ്ധിയിൽ ശരണം പ്രാപിച്ച പോരെ, കർമ്മം ഭയങ്കര പ്രയാസമുള്ളതല്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ കർമ്മത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കാൻ പറ്റത്തില്ല. എല്ലാ ജീവികളും സദാ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അവര് പ്രകൃതിയുടെ ത്രിഗുണങ്ങളുടെ പ്രേരണയാൽ സദാ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് കൃഷ്ണൻ ചൂണ്ടിക്കാണിക്കുകയാണ്. നഹി കശ്ചിത് ക്ഷണമപി ജാതു തിഷ്ടതി അകർമ്മകൃത് കാര്യദേഹി അവശകർമ്മ സർവ പ്രകൃതിജൈർ ഗുണൈ. പ്രകൃതി ഗുണങ്ങൾക്ക് വിധേയമായിട്ട് എല്ലാവരും സദാ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രകൃതി ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രകൃതിയിലുള്ള 3 ഗുണങ്ങൾ, സത്വ രജസ് തമോ ഗുണങ്ങൾ കൊണ്ടാണ് പ്രകൃതി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഈ ഗുണങ്ങളാണ് പ്രകൃതിയെ ഡിഫൈൻ ചെയ്യുന്നത്. ഈ ഗുണങ്ങളാണ് എല്ലാ വ്യക്തികളെയും സ്വാധീനിക്കുന്നത്. ഈ 3 ഗുണങ്ങൾ എല്ലാവർക്കും ഉണ്ട്. അതിൻ്റെ പരസ്പര അനുപാതം വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നേ ഉള്ളൂ. ചിലർക്ക് ഒരു തമോ ബുദ്ധി കൂടിയിരിക്കും, ചിലർക്ക് രജോ ബുദ്ധി കൂടിയിരിക്കും, ചിലർക്ക് സത്വ ഗുണം കൂടിയിരിക്കും.
ഇങ്ങനെയാണ് സത്വവും രജസും തമസും ഈ മൂന്നും അങ്ങോട്ടും ഇങ്ങോട്ട് അനുപാത വ്യത്യാസം, ഓരോ വ്യക്തിക്കും ഓരോ അനുപാതമായിരിക്കും. അത് അവരുടെ ഐഡന്റിറ്റിയാണ്. അതിനനുസരിച്ചാണ് അവരെല്ലാ കാര്യങ്ങളും പഠിക്കാൻ അവർ ഉദ്യമിക്കുന്നതും ചെയ്യുന്നതും എല്ലാം. അവരുടെ ജീവിതം തന്നെ നിർണ്ണയിക്കുന്നത് ഈ ത്രിഗുണ അനുപാതമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ആ ത്രിഗുണങ്ങളുടെ പ്രേരണയാലാണ്, അതായത് സത്വഗുണം കൂടിയ ആളുകൾ തീർച്ചയായിട്ടും ജ്ഞാനത്തിൻ്റെ മാർഗത്തിലേക്ക് പോകും. ഈ ഗുണങ്ങളും അവയുടെ പ്രേരണകളും വിശദമായി പ്രതിപാദിക്കുന്ന ഒരു അധ്യായമുണ്ട്. അത് ഗീതയിൽ 14-ാം അധ്യായമാണ്. അവിടേക്ക് നമ്മൾ പോകുമ്പോഴും നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് വിശദമായിട്ട് നമുക്ക് മനസ്സിലാകും. അപ്പം ഇതാണ് ഇതിൻ്റെ അവസ്ഥ. അതായത് എല്ലാവരും എപ്പോഴും കർമ്മം ചെയ്തുകൊണ്ടിരിക്കും. കർമ്മം ചെയ്യാതെ ആർക്കും ജീവിക്കാൻ പോലും പറ്റത്തില്ല. അതുകൊണ്ട് നീ കർമ്മം ചെയ്യൂ അർജുന, നിയതം കുരു കർമ്മത്വം കർമ്മജ്യായോ ഹി അകർമ്മണക ശരീരയാത്രാപിച്ചതേ ന പ്രസിദ്ധേത് അകർമ്മണക. അതായത് നിനക്ക് വിഹിതമായിട്ടുള്ള കർമ്മം നീ ചെയ്യണം, ചെയ്തുകൊണ്ടേ ഇരിക്കണം. കാരണം കർമ്മം അകർമ്മിണിയായിരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ്. അതിൽ കർമ്മം ചെയ്യാതിരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് കർമ്മം ചെയ്യുന്നത്. കാരണം എന്താണ്? നിന്റെ ശരീരം നിലനിർത്തണമെങ്കിൽ പോലും നിനക്ക് കർമ്മം ചെയ്യണം. അകർമ്മിണിയായിരുന്നാൽ അത് നടക്കത്തില്ല. പക്ഷെ നീ കർമ്മം ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, യജ്ഞാർത്ഥാത് കർമ്മണോ അന്യത്ര, യജ്ഞാർത്ഥാത് കർമ്മണോ അന്യത്ര ലോകോയം കർമ്മബന്ധനക. യജ്ഞാർത്ഥമായിട്ട് നീ കർമ്മം ചെയ്യണം. അങ്ങനെ അല്ലെങ്കിൽ നിന്നെ കർമ്മങ്ങൾ ബന്ധിക്കും. അതായത് നിനക്ക് അന്നേരം യജ്ഞാർത്ഥം എന്ന് പറഞ്ഞാൽ യജ്ഞം എന്താണ്? യജ്ഞം എന്ന് പറഞ്ഞാൽ ഒരു ത്യജിക്കലാണ്. തനിക്കുള്ളതിൻ്റെ അല്ലെങ്കിൽ താൻ നേടുന്നത് ലോകത്തിനായി സമർപ്പിക്കുകയാണ്. എന്നിട്ട് അവിടുന്ന് തനിക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കുക. ഫ്രം ഈച്ച് അക്കോർഡിംഗ് ടു ഹിസ് എബിലിറ്റി ടു ഈച്ച് അക്കോർഡിംഗ് ടു ഹിസ് നീഡ് എന്നൊരു വാക്യമുണ്ടല്ലോ, കമ്മ്യൂണിസ്റ്റുകാർ എപ്പോഴും എടുത്തു പറയുന്നത്. അത് തന്നെയാണ് യജ്ഞം എന്ന് പറയുന്നത്. യജ്ഞാർത്ഥമായിട്ട് കർമ്മം ചെയ്യുക എന്ന് പറയുന്നത് അതാണ് ഇത് ഈശാവാസ്യ ഉപനിഷത്തിൽ പറയുന്നതാണ്. ആദ്യത്തെ ഈശാവാസ്യമിതം സർവം എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആ മന്ത്രത്തിലുള്ള കാര്യമാണ് ഈ പറയുന്നത്. യജ്ഞാർത്ഥമായിട്ട് നീ കർമ്മം ചെയ്യണം, അല്ലെങ്കിൽ ബന്ധനത്തിൽ പെട്ടുപോകും നീ. എങ്ങനെയാണ് കർമ്മബന്ധനത്തിൽപ്പെടുന്നത്? കാരണം നീ രാഗദ്വേഷങ്ങൾക്ക് വിധേയനാകും. രാഗദ്വേഷങ്ങൾക്ക് വിധേയനായാലും എന്താ പറ്റുന്നത്? അത് നീ 2-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു, 2:62, 63 ശ്ലോകങ്ങളിൽ നമ്മൾ കണ്ടതുപോലെ നമ്മളെ വിനാശത്തിലേക്ക് അത് നയിക്കും. അപ്പം നിർമ്മമനായിട്ട്, അതായത് ഫലങ്ങളിൽ ആസക്തിയില്ലാതെ കർമ്മം ചെയ്യുക. ഫലം എങ്ങനെ വന്നാലും അതിനെ സമചിത്തതയോടുകൂടി നേരിടുക. എല്ലാവർക്കുമായിട്ട് സ്വന്തം പ്രയത്നഫലം സമർപ്പിക്കുക. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അവരെന്നെ സുഖത്തിനായി വരയണം. അതാണ് ശ്രീനാരായണ ഗുരു പറയുന്നത്. ഇനി ഈ യജ്ഞസഹിതമാണ് എല്ലാ ജീവികളും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അതല്ല, ഈ പ്രപഞ്ചം തന്നെ ഒരു യജ്ഞത്തിൻ്റെ രീതിയിലാണ്, ഒരു യജ്ഞത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. പ്രപഞ്ചം ചലിക്കുന്നത് അങ്ങനെയാണ്. അതെങ്ങനെയാണ്? അതാണ് കൃഷ്ണൻ പറയുന്നത്, അന്നാത് ഭവന്തി ഭൂതാനി പർജന്യാത് അന്നസംഭവ യജ്ഞാത് ഭവതി പർജന്യോ യജ്ഞ കർമ്മ സമുദ്ഭവ. അത് നോക്കണം. അന്നാത് ഭവന്തി ഭൂതാനി, അന്നത്തിൽ നിന്നാണ് ഭൂതങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത്. ആ അന്നം തന്നെ ഉണ്ടാകുന്നതിനെ കുറിച്ചാണ് ഈ പറയുന്നത്. അപ്പൊ അത് ഈ പ്രപഞ്ചം തന്നെ ഒരു യജ്ഞത്തിലാണ് നിലനിൽക്കുന്നത്. യജ്ഞത്താലാണ് ഇത് നിലനിന്നു പോകുന്നത്. യജ്ഞത്തിലൂടെയാണ് ഇത് മുന്നോട്ട് പോകുന്നത്. അതാണ് ഈ പറയുന്നത്. അന്നാത്, എന്താണ് ആ യജ്ഞം? അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. അന്നാത് ഭവന്തി ഭൂതാനി. അന്നാത് ഭവന്തി ഭൂതാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ വലിയ കുഴപ്പമുള്ള സംഗതിയാണെന്നും വിചാരിക്കേണ്ട. ചോറെടുത്ത് വെച്ചിട്ടാണോ ജീവികളെയൊക്കെ ഉണ്ടാക്കിയത്? അന്നം എടുത്തുകൊണ്ട് അരിവും നെല്ലും ഒക്കെ കൊണ്ടാണോ? അങ്ങനല്ല. അന്നാത് ഭവന്തി എന്ന് പറഞ്ഞാൽ അന്നമാണ്. നിങ്ങൾ ഓരോ ജീവിയും, നിങ്ങളുടെ ശരീരം എന്ന് പറഞ്ഞാൽ അന്നമല്ലേ? നിങ്ങൾ അന്നം ആഹരിച്ചിട്ടല്ലേ നിങ്ങൾ ഈ ശരീരത്തെ നിലനിർത്തിക്കൊണ്ടുപോകുന്നത്, നിങ്ങൾ ഈ ശരീരം ഉണ്ടാക്കിയെടുത്തത്. നിങ്ങൾ ആദിയിൽ ഒരു കോശമായിരുന്നത്. ആ കോശം എങ്ങനെയാണ് ഉണ്ടായത്? നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ അണ്ഡത്തിൽ നിന്നും അതുപോലെ തന്നെ രേതസ്സിൽ നിന്നും ഉണ്ടായതല്ലേ? അതൊക്കെ എവിടെ നിന്നുണ്ടായതാണ്? അതും അന്നത്തിൽ നിന്നുണ്ടായതാണ്. അപ്പൊ നിങ്ങൾ മൊത്തത്തിൽ അന്നം തന്നെയാണ്. ഇനി ആ ആദ്യത്തെ
ഒരു കോശമുണ്ടായി. ആ കോശത്തിനകത്ത് എന്താണ്? കുറച്ച് അന്നം. അതായത് ബാഹ്യ സോഴ്സിൽ നിന്ന് നിങ്ങൾക്ക് ഭക്ഷിക്കാൻ കിട്ടുന്നത് വരെ നിങ്ങളെ പോറ്റാനുള്ള, ആ കോശത്തെ കൊണ്ടു നടക്കാനുള്ള ഊർജം, അതിനുള്ള അന്നം. പിന്നെ നിങ്ങൾ വളർന്ന് എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള കുറെ വിവരങ്ങൾ, നിങ്ങളുടെ പരമ്പരാഗത വിവരങ്ങൾ, നിങ്ങളൊരു മനുഷ്യൻ തന്നെ ആകണമെന്നുള്ളതൊക്കെ മനുഷ്യരൂപം തന്നെ നിങ്ങൾക്കുള്ള അതിനകത്ത് എഴുതി വെച്ചിരിക്കുകയാണ്. പിന്നെ ഇതിനെയൊക്കെ പ്രവർത്തിപ്പിക്കാൻ ഒരു ഊർജം വേണം. അതെന്താണ്? അതാണ് ബോധം, ശുദ്ധമായ ബോധം. ഈ മൂന്നുമാണ് അവിടെ അടങ്ങിയിരിക്കുന്നത്. ഈ ബോധവും പ്രാണനും ഇതെല്ലാം ഈ ആത്മാവിൽ നിന്ന് വരുന്നതാണ്. അതായത് ഏറ്റവും പരമമായ സത്തയിൽ നിന്ന് വരുന്നതാണ്. ബാക്കിയുള്ളതെല്ലാം അന്നമാണ്. ആ അന്നം എന്ന് പറഞ്ഞ ഇത് ആ ആത്മാവിൽ വരുന്നതൊക്കെ എന്നും ഉള്ളതാണ്. ഈ ജീവനെ നിങ്ങൾ നിലനിൽക്കുന്നിടത്തോളം ജീവനായിട്ട് ആത്മശക്തി നിങ്ങളിൽ കാണും, ബോധവും കാണും. ബാക്കി പിന്നെ നിങ്ങൾ നേടുന്ന എന്താണ്? നിങ്ങളുടെ വളർച്ചയുടെ, നിങ്ങളുടെ രൂപപരിണാമങ്ങൾക്ക് കാരണമായിട്ടുള്ള സംഗതി എന്താണ്? അന്നമാണ്. അതുകൊണ്ടാണ് അന്നാദ്ഭവന്തി ഭൂതാനി പർജന്യാത് അന്ന സംഭവക. മഴയിൽ നിന്നാണ് അന്നം ഉണ്ടായിരിക്കുന്നതെന്ന് അതിനകത്ത് തർക്കത്തിനൊന്നും അവകാശമില്ല. യജ്ഞാത് ഭവതി പർജന്യോ, യജ്ഞം കൊണ്ടാണ് മഴ ഉണ്ടായിരിക്കുന്നത്. അതിനകത്ത് തർക്കമുണ്ട്. കാരണം ഒരു യജ്ഞം, ആളുകൾ കുറെ ആൾക്കാർ ഒരു തീക്കുണ്ടത്തിന് ചുറ്റും കൂടിയിരുന്നിട്ട് ഇങ്ങനെ കുറെ എന്തെങ്കിലുമൊക്കെ എടുത്ത് ആ തീക്കുണ്ടത്തിലേക്ക് എറിയുന്ന അതാണോ യജ്ഞം? അതല്ല യജ്ഞം. ഇവിടെ ഒരു യജ്ഞമുണ്ട്. ഏതാണ് യജ്ഞം? അത് സമുദ്രവും വായുവും സൂര്യനും എല്ലാം അന്തരീക്ഷവും എല്ലാം കൂടെ ചേർന്ന് നടത്തുന്ന ഒരു യജ്ഞം അവിടെ ഉണ്ട്. അതാണ് ഈ പറഞ്ഞ ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത് ഒരു വലിയ യജ്ഞത്തിന്റെ, ഒരു മഹായജ്ഞത്തിന്റെ അടിസ്ഥാനത്തിലാണ്. യജ്ഞത്തിലൂടെയാണ്. യജ്ഞമില്ലെങ്കിൽ ഈ പ്രപഞ്ചം നിലനിൽക്കത്തില്ല. എങ്ങനെയാണ് ഈ മഴ ഉണ്ടാകുന്നത്? അതേ സമുദ്രം അതിൻ്റെ ശരീരമായിട്ടുള്ള ജലത്തെ വിട്ടുകൊടുക്കുന്നു. സൂര്യൻ അതിനെ തവിപ്പിച്ച് അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുപോകുന്നു. വായു അതിനെ വലിച്ച് മുകളിലേക്ക് വിടുകയാണ്, മുകളിലേക്ക് കൊണ്ടുവരികയാണ്. അന്തരീക്ഷം അതിൻ്റെ ഏറ്റവും ഊഷ്മാവ് കുറഞ്ഞ തലങ്ങളിൽ വെച്ച് ഇതിനെ തണുപ്പിച്ച് മഴയായിട്ട് ഭൂമിയിലേക്ക് പെയ്യുന്നു. ഭൂമി അത് ഏറ്റെടുക്കുന്നു, തൻ്റെ മണ്ണിലേക്ക് ഇറങ്ങാൻ അനുവദിക്കുന്നു. അവിടെ സസ്യങ്ങൾക്കുള്ള ജലാംശമായിട്ട് അവിടെ കരുതി വെക്കുന്നു. സസ്യങ്ങൾ അതിനെ ആഗിരണം ചെയ്തിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നു. എന്നിട്ട് പിന്നെയും സൂര്യപ്രകാശം കൂടെ സ്വീകരിക്കുന്നു. അപ്പൊ ഇങ്ങനെ ഒരു മഹായജ്ഞമാണ് ഈ പ്രപഞ്ചത്തെ നിലനിർത്തിക്കൊണ്ടുപോകുന്നത്. അങ്ങനെ സസ്യങ്ങൾ ഉണ്ടാക്കുന്ന ആഹാരമാണ് നമ്മൾ കഴിക്കുന്നത്. അതാണ് നമ്മുടെ അന്നം. അപ്പം അന്നാത് ഭവന്തി ഭൂതാനി പർജന്യാത് അന്ന സംഭവക. യജ്ഞാത് ഭവതി പർജന്യോ യജ്ഞ കർമ്മ സമുദ്ഭവ. യജ്ഞം എന്ന് പറഞ്ഞാൽ കർമ്മത്തിൽ നിന്നുണ്ടായതാണ്. അത് പറയേണ്ട കാര്യമില്ല. അത് കർമ്മം ചെയ്യുന്ന രീതിക്കനുസരിച്ചാണ് അത് യജ്ഞമാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. അതായത് അതിൻ്റെ ഫലം ത്യജിക്കുക, അതാണ് യജ്ഞം. ഇനി കർമ്മ ബ്രഹ്മോദ്ഭവം വിധി. കർമ്മം ബ്രഹ്മത്തിൽ നിന്നുണ്ടായതാണ്. അതെങ്ങനെയാണ്? അത് ഈ ഉപനിഷത്ത് തത്വങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. മുണ്ടക ഉപനിഷത്തിൽ പറഞ്ഞിട്ട് 1:8 പറഞ്ഞിട്ടുണ്ട്. കർമ്മ ബ്രഹ്മോദ്ഭവം വിധി എന്ന്. ബ്രഹ്മത്തിൽ നിന്നാണ്. തപസാ ചീയതേ ബ്രഹ്മ തതോ അന്നമഭിജായതേ. അന്നാത് പ്രാണോ മന സത്യം ലോകാ കർമ്മസുചാമൃതം. അതായത് ബ്രഹ്മം വികസിക്കുമ്പോഴാണ് അന്നവും പ്രാണനും നാമരൂപങ്ങളും പിന്നെ സത്യമായ ഈ ലോകങ്ങളും. സത്യം എന്നുള്ളതിൻ്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. സത്തിനാൽ നിലനിർത്തപ്പെടുന്ന അസത്താണ് സത്യം. ഈ ലോകം സത്യമാണ്. ഇവിടെ അസത്വമുണ്ട്, സത്വമുണ്ട്. അത് തന്നെയാണ് ബ്രഹ്മവും. അപ്പം അതുകൊണ്ടാണ് ബ്രഹ്മം വികസിച്ചിട്ട് ഈ ലോകം ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നത്. അതിൽ തന്നെ കർമ്മസുചാമൃതം, അതായത് ഒരിക്കലും അവസാനിക്കാത്ത കർമ്മങ്ങൾക്ക് ഈ പ്രപഞ്ചത്തിൽ, ഈ ലോകത്ത് ഒരു അവസാനവുമില്ല. ആ കർമ്മങ്ങളിലൂടെയാണ് ഇത് നിലനിൽക്കുന്നത്. എങ്ങനെയുള്ള കർമ്മങ്ങൾ? യജ്ഞങ്ങളാകുന്ന കർമ്മങ്ങളിൽ കൂടിയാണ്. അതാണ് ഇവിടെ പറയുന്നത്. ഈ ബ്രഹ്മ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം. കർമ്മ ബ്രഹ്മോദ്ഭവം വിധി. ബ്രഹ്മ അക്ഷര സമുദ്ഭവം. ബ്രഹ്മമാണെങ്കിലോ അക്ഷരത്തിൽ നിന്നുണ്ടായതാണ്. അക്ഷരമായത് എന്താണ്? ആത്മാവാണ്. ആത്മാവിൽ നിന്നാണ് ബ്രഹ്മം ഉണ്ടായത്. രണ്ടും ഒന്നല്ല. അത് നമ്മൾ ഉപനിഷത്തുകൾ പഠിച്ചപ്പോൾ നമ്മൾ കണ്ടതാണ്. അതായത് ശ്വേതാശ്വതര ഉപനിഷത്തിലുണ്ട്, പിന്നെ അതുപോലെ തന്നെ ബൃഹദാരണ്യ ഉപനിഷത്തിലുണ്ട്, അത് ഛാന്തോക്യ ഉപനിഷത്തിലുണ്ട്. അതിലെല്ലാത്തിലും പഠിച്ചാൽ ഈ ഗീതയിൽ തന്നെയുണ്ട്.
14-ാം അധ്യായത്തിന്റെ അവസാന ശ്ലോകം എന്ന് പറയുന്നത് അതിനെക്കുറിച്ചാണ് പറയുന്നത്. ബ്രഹ്മമുണ്ടായത് ആത്മാവിൽ നിന്നാണ്. അതാണ് അതിനകത്ത് പറയുന്നത്. അപ്പം ബ്രഹ്മ അക്ഷര സമുദ്ഭവം തസ്മാത് സർവഗതം ബ്രഹ്മ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം. അങ്ങനെ ആയതുകൊണ്ട് ഈ എല്ലായിടവും വ്യാപിച്ചിരിക്കുന്ന ഈ ലോകം ഉണ്ടല്ലോ, ഈ ബ്രഹ്മം, ആ ബ്രഹ്മം നിലനിൽക്കുന്നത് തന്നെ യജ്ഞം കൊണ്ടാണ്. അതാണ് നമ്മൾ ഈ പറഞ്ഞു വരുന്നത്. ഈ യജ്ഞമില്ലെങ്കിൽ ഈ ലോകമില്ല. അപ്പം ലോകം നിലനിൽക്കണമെങ്കിൽ യജ്ഞം വേണം. അതായത് നമ്മുടെ കർമ്മഫലങ്ങൾ നാം വലിച്ചെടുത്ത് നമ്മളുടേതാ മാത്രമാക്കി മാറ്റാൻ പാടില്ല. എല്ലാവരും കർമ്മം ചെയ്യുന്നു, എന്നിട്ട് അവനവന് ആവശ്യമുള്ളത് എടുക്കുന്നു, ബാക്കിയുള്ളത് ലോകത്തിനായി സമർപ്പിക്കുന്നു. ലോകരക്ഷയ്ക്കായിട്ട്, ലോക സംഗ്രഹത്തിനായിട്ട് കർമ്മം ചെയ്യണമെന്നാണ് ഗീത ഈ അധ്യായത്തിൽ ഉപദേശിക്കുന്നത്. ഈ അധ്യായത്തിന്റെ ലക്ഷ്യം തന്നെ കർമ്മത്തിന്റെ അനിവാര്യത ഊന്നിപ്പറയുകയാണ്. കർമ്മം ചെയ്യാതിരിക്കരുത്, എല്ലാവരും എപ്പോഴും കർമ്മം ചെയ്തിരിക്കുന്നു. അങ്ങനെ കർമ്മം ചെയ്യുമ്പോൾ എന്തൊക്കെ നിഷ്ഠകൾ പാലിക്കണം, അതാണ് ഈ കർമ്മയോഗം എന്ന ഈ അധ്യായം നമ്മളെ പഠിപ്പിക്കുന്നത്. അത് കുറെ പറഞ്ഞു കഴിഞ്ഞു, 2-ാം അധ്യായത്തിൽ തന്നെ പറഞ്ഞു തുടങ്ങി. ഇപ്പോഴും അത് തന്നെ യജ്ഞാർത്ഥമായിട്ട് കർമ്മം ചെയ്യണമെന്നാണ് ഇപ്പോൾ ഉപദേശിക്കുന്നത്. പിന്നെ അതുകൊണ്ട് ഇതൊരു ലോകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചക്രമാണ്. ആ ചക്രം അനുവർത്തിക്കാതെ ആരെങ്കിലും മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അവൻ പാപിയാണ്, അവൻ്റെ ജീവിതം തന്നെ പാഴാണ്. ഇതാണ് ശ്രീകൃഷ്ണൻ പറയുന്നത്. ഏവം പ്രവർത്തിതം ചക്രം ന അനുവർത്തയതീഹ യഹ. നേവം പ്രവർത്തിതം ചക്രം ന അനുവർത്തയതീഹ യഹ അഖായുരിന്ദ്രിയാരാമോ മോഖം പാർത്ഥ സജീവതി. ഇതാണ് അവൻ്റെ ജീവിതം തന്നെ പാഴാണെന്ന് പറയുന്നത്. എന്നിട്ട് അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്, നീ അസക്തനായിട്ട് കർമ്മം ചെയ്. നിനക്ക് വിഹിതമായിട്ടുള്ള കർമ്മം നീ അസക്തനായിട്ട് ചെയ്യണം. അങ്ങനെ അസക്തനായിട്ട് കർമ്മം ചെയ്താണ് ആളുകൾ ഓരോരുത്തർ അവർ പരമ പുരുഷനായിട്ടുള്ള ആത്മാവിനെ പ്രാപിച്ചിട്ടുള്ളത്. ജനകാദികളും അതുപോലെ തന്നെ കർമ്മങ്ങൾ ചെയ്താണ് സംസിദ്ധിയെ സംസിദ്ധി എന്ന് പറഞ്ഞാൽ നൈഷ്കർമ്മ്യ സിദ്ധിയെ പ്രാപിച്ചിട്ടുള്ളത്. ലോകസംഗ്രഹമേവാപി സമ്പശ്യൻ കർത്തുമർഹസി. ലോകസംഗ്രഹം, ലോകത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് അത് കണ്ടിട്ട് നീ കർമ്മം ചെയ്യാൻ നീ ബാധ്യസ്ഥനാണ്. അതാണ് ഇതിനകത്ത് വന്നത്. അതുപോലെ നീ അത് കർമ്മം ചെയ്യേണ്ട ഒരു അനിവാര്യത കൂടിയുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങളെപ്പോലുള്ള ശ്രേഷ്ഠന്മാർ ചെയ്യുന്നത് കണ്ടിട്ടാണ് ലോകം കാര്യങ്ങൾ ചെയ്യുന്നത്. നിങ്ങളെ അനുകരിക്കുകയാണ് മറ്റുള്ളവർ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളെപ്പോഴും ഒരു മാതൃകാപരമായിട്ട് വേണം നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാൻ. നീ എൻ്റെ കാര്യം നോക്ക്, ഞാൻ ചെയ്യുന്ന കാര്യം എന്താണെന്നൊക്കെ അത് ഉദാഹരിക്കുകയാണ്. കർമ്മം എനിക്ക് ഈ ലോകത്ത് നേടാനായിട്ടൊന്നുമില്ല, നേടേണ്ടതെല്ലാം ഞാൻ നേടിയിട്ടുണ്ട്. എന്നിട്ടും ഞാൻ സദാ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാനങ്ങനെ കർമ്മം ചെയ്തില്ലെങ്കിൽ എല്ലാവരും എന്നെപ്പോലെ ഒന്നും ചെയ്യാതെ ഇരിക്കും, മടിയന്മാരായിട്ടിരിക്കും. അപ്പോഴെന്താ പറ്റുന്നത്? ലോകം നശിച്ചു. ഉത്സിതേയുരിമേ ലോകാഹ ന കുര്യാം കർമ്മചേദഹം സങ്കരസ്യ ച കർത്താസ്യാം ഉപഹന്യാമിമാ പ്രജാഹ. ഈ പ്രജകളെല്ലാം ഞാൻ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സങ്കരമുണ്ടാക്കും എന്ന് പറഞ്ഞാൽ ഈ ലോകം ഒരു ചിട്ടയനുസരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് മുഴുവൻ ഞാൻ അലങ്കോലമാക്കി കളയും. അതാണ് സങ്കരം. അല്ലാതെ സങ്കരം എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ വർണ്ണസങ്കരത്തെക്കുറിച്ച് കൃഷ്ണൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ബഹളം ഉണ്ടാക്കേണ്ട ഒരു കാര്യമില്ല. വർണ്ണസങ്കരം ഒന്നും ഇവിടെ എങ്ങും പറഞ്ഞിട്ടില്ല. വർണ്ണസങ്കരത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അർജുനൻ മാത്രമാണ്. അത് അയാളുടെ വിഷാദത്തെ പ്രകടിപ്പിക്കുന്ന 1-ാം അധ്യായത്തിലാണ്. അതിനെക്കുറിച്ചൊന്നും കൃഷ്ണൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല. അയാളുടെ അർജുനന്റെ ഈ ധർമ്മബോധത്തെ പാടെ നിരാകരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ നീ അങ്ങ് കർമ്മം ചെയ്താൽ മതി, നിനക്ക് പാപമൊന്നും ഉണ്ടാകത്തില്ല, നീ ധർമ്മചിന്തയെക്കുറിച്ച് നിന്റെ ധർമ്മങ്ങളെല്ലാം എടുത്ത് കളയൂ. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ എന്നാണ് 18-ാം അധ്യായത്തിലെ 66-ാം ശ്ലോകത്തിൽ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ വർണ്ണസങ്കരത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. സങ്കരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞു ഒരു ഏവം പ്രവർത്തിതം ചക്രം, അങ്ങനെ ഒരു ചക്രമായിട്ട് ഇവിടെ ഒരു നിയതമായിട്ടൊരു ചക്രമാണ് പ്രവർത്തിച്ചുകൊണ്ട്, നിയതമായ ഒരു
ഒരു ഒരു നിയമം ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെ ലംഘിക്കാൻ പാടില്ല. അതിനെ ലംഘിച്ചാൽ അവിടെ ആകെ അലങ്കോലമായി തീരും, സമൂഹം ആകെ അലങ്കോലമായി തീരും. നമുക്കറിയാമല്ലോ, ഇവിടെ ക്രമസമാധാന നില പാലിക്കപ്പെട്ടില്ലെങ്കിൽ ഇവിടെ എന്താകും? ആകെ അലങ്കോലമാകും. ആകെ അലങ്കോലം. ആ അലങ്കോലാവസ്ഥയാണ് സങ്കരം എന്ന് പറയുന്നത്. കൂടിച്ചേരുന്നതിനെയുണ്ട്. ഏത് കൂടിച്ചേരുന്ന ഒരു അവസ്ഥയാണല്ലോ അത്. ഞാൻ അതിനെ ഉണ്ടാക്കുന്നതായിട്ട് ഈ ആളുകൾ ആക്ഷേപിക്കും. അതുകൊണ്ട് നീ കർമ്മം ചെയ്യണം, അസക്തനായിട്ട് കർമ്മം ചെയ്യണം. സക്തന്മാർ എങ്ങനെ ആവേശത്തോടു കൂടി കർമ്മം ചെയ്യുന്നു, അതുപോലെ അസക്തന്മാരും ആവേശത്തോടു കൂടി, അതായത് സദാ കർമ്മനിരതരായിരിക്കണം. അങ്ങനെ സക്തന്മാര് കർമ്മം ചെയ്യുന്നതിന് നിങ്ങൾ വിലക്കണ്ട. കാരണം എന്ന് പറഞ്ഞാൽ കർമ്മം ഈ ലോകത്ത് അനിവാര്യമാണ്. അവർ ശക്തന്മാരായിട്ട് കർമ്മം ചെയ്തു കഴിഞ്ഞാൽ, സംഘബുദ്ധിയോടുകൂടി കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ദോഷം അവരനുഭവിക്കും. പക്ഷെ അവർ കർമ്മം ചെയ്യണ്ട എന്ന് നിങ്ങൾ വിലക്കാൻ പാടില്ല. പിന്നെ എല്ലാ കർമ്മങ്ങളും ചെയ്യപ്പെടുന്നത് പ്രകൃതിയുടെ ഗുണങ്ങളുടെ പ്രേരണയിലാണ്. അല്ലാതെ അഹമല്ല. അഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവല്ല ഈ കർമ്മം ചെയ്യുന്നത്, പ്രകൃതിയാണ്. പ്രകൃതിയിലെ ഗുണങ്ങളാണ് കർമ്മം ചെയ്യിക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. അതിനെക്കുറിച്ച്, പ്രകൃതിയുടെ ഗുണങ്ങളെക്കുറിച്ച് അറിഞ്ഞുകൂടാത്തവർ ആ പ്രകൃതി ഉണ്ടാക്കുന്ന കർമ്മം, ഗുണകർമ്മം എന്ന് അതിനാണ് പറയുന്നത്. അതേസമയം തത്വങ്ങൾ അറിയാവുന്നവരോ ഈ ഗുണകർമ്മങ്ങളിൽ അവർ ആസക്തരാകുന്നില്ല. അവർ കർമ്മം ചെയ്യും, പക്ഷെ ഗുണകർമ്മങ്ങളിൽ ആസക്തരാകുന്നില്ല. ഗുണകർമ്മങ്ങളിൽ ആസക്തരായുള്ള എന്താണ് കുഴപ്പം? അങ്ങനെ ആസക്തരായി കഴിഞ്ഞാൽ അവർ രാഗദ്വേഷങ്ങൾക്ക് വിധേയരായി പോകും. അത് അവൻ്റെ വിനാശത്തിലേക്ക് നയിക്കും. അതുകൊണ്ട് അവരങ്ങനെ, അതായത് തത്വവിത്തു മഹാബാഹോ ഗുണകർമ്മ വിഭാഗയോഹോ ഗുണേഷു വർത്തന്ത ഇതി മത്വ എന്ന സജ്ജതേ. ഗുണങ്ങളിൽ പ്രവർത്തിക്കുകയാണെന്ന് കരുതി എന്ന് ധരിച്ച് അവരാരും ഈ കർമ്മങ്ങൾ ചെയ്യാൻ, ഗുണങ്ങൾക്ക് വിധേയമായിട്ടുള്ള കർമ്മങ്ങളിൽ അവരൊന്നും ഉത്സാഹം കാണിക്കുന്നില്ല. പക്ഷെ അവർ കർമ്മം ചെയ്യും ലോകസംഗ്രഹത്തിന്. അതാണ് ഇവിടെ പറയുന്നത്. പക്ഷേ ഈ പ്രകൃതിയുടെ ഗുണങ്ങളാൽ മൂഢന്മാരാക്കപ്പെട്ടവർ, പ്രകൃതിയുടെ ഗുണങ്ങളെ കീഴടക്കപ്പെട്ടവർ, ഗുണങ്ങൾ ആരെ കീഴടക്കുന്നു? അവര് ഈ ഗുണകർമ്മങ്ങളിൽ വ്യാപൃതരാകുന്നു, അവരെ അതിൽ ഉത്സാഹിക്കുന്നു. എന്ന് വെച്ചാൽ ഗുണകർമ്മം എന്നുള്ളത് നമ്മളിവിടെ പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യണം. കാരണം എന്ന് പറഞ്ഞാൽ ഗുണകർമ്മം എന്ന് പറഞ്ഞാൽ ഗുണങ്ങളാൽ മൂഢരാക്കപ്പെടുന്നവർ ചെയ്യുന്ന കർമ്മമാണ്. ഗുണങ്ങളാൽ മൂഢരാക്കപ്പെടുക, അവർ ഗുണകർമ്മം ചെയ്യുന്നു. മൂഢരാക്കപ്പെടാതെ തൻ്റെ കർത്തവ്യം എന്നുള്ള നിലയിൽ ചെയ്യുകയും അതിൻ്റെ ഫലം ഈ ലോകസംഗ്രഹത്തിനായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്നവൻ, അവൻ ഗുണകർമ്മമല്ല ചെയ്യുന്നത്, അവൻ വിഗുണകർമ്മമാണ് ചെയ്യുന്നത്. അതിനാണ് വിഗുണകർമ്മം എന്ന് പറയുന്നത്. ഗുണങ്ങളാൽ മൂഢനാക്കപ്പെടാതെ ചെയ്യുന്ന കർമ്മമാണ് വിഗുണകർമ്മം. ഗുണകർമ്മം എന്ന് പറയുന്നത് അങ്ങനെ മൂഢനായിപ്പോയിട്ട് അതിൻ്റെ സ്വാധീനത്തിൽ ചെയ്യുന്ന കർമ്മങ്ങളാണ് ഗുണകർമ്മം. അത് മൂഢന്മാരായാണ് ചെയ്യുന്നത്. മിടുക്കന്മാരായിട്ടുള്ള തത്വം അറിയാവുന്നവർ അങ്ങനെ ചെയ്യുന്നില്ല. അതുകൊണ്ട് അവർ രാഗദ്വേഷങ്ങൾക്ക് വിധേയരാകുകയും ചെയ്യുന്നില്ല. ഏറ്റവും വിവരമുള്ളവർ പോലും ഈ പ്രകൃതിയുടെ ഗുണങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കും. പക്ഷേ ആ പ്രവൃത്തിയിലൂടെ ഉണ്ടാകുന്ന ഫലങ്ങളെ അവർ രാഗദ്വേഷങ്ങളോടുകൂടി അല്ല സ്വീകരിക്കുന്നത്. രാഗദ്വേഷങ്ങളെക്കുറിച്ച് അവർ വളരെ ശ്രദ്ധാലുക്കളായിരിക്കും. അപ്പം അതിനെ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ എന്താണ്? അവയാണ് ശത്രുക്കൾ, അവയാണ് നമ്മളെ വിനാശത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പം അവയെങ്ങനെയാണ് ഉണ്ടാകുന്നത്? രാഗദ്വേഷങ്ങളോടുകൂടി നമ്മൾ ആ ഫലത്തെ സ്വീകരിക്കുന്നത് എങ്ങനെയാണ്? കാരണം നമ്മൾ ഗുണങ്ങളാൽ മൂഢന്മാരാകുമ്പോഴാണ്. അപ്പം ഗുണങ്ങളാൽ മൂഢന്മാരാകാതെ കർമ്മം ചെയ്യണം. അങ്ങനെ ചെയ്യുന്ന കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ വിഗുണകർമ്മങ്ങൾ. അതുകൊണ്ടാണ് കൃഷ്ണൻ പറയുന്നത് ശ്രേയാൻ സ്വധർമ്മോ വിഗുണക. വിഗുണമായിട്ടുള്ള സ്വധർമ്മമാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. അത് വിഗുണം എന്ന് പറഞ്ഞാൽ ഗുണമില്ലാത്തതെന്നുള്ളതല്ല, ഒരു പ്രയോജനമില്ലാത്തതെന്നുള്ളതല്ല. അങ്ങനെ ഒരു കർമ്മം ചെയ്യാൻ ഈ ഒരു ഈശ്വരനായിട്ടുള്ള ഒരാൾ മനുഷ്യനെ ഉപദേശിക്കുമോ? അതുപോലും ചിന്തിക്കാതെ എല്ലാവരും ഒരു ഗുണമില്ലല്ലോ, നീ നിന്റെ കർമ്മം ചെയ്, അങ്ങനെ നിന്റെ കർമ്മം ചെയ്യുന്നു പറഞ്ഞ് നിന്റെ കർമ്മം എന്നും പറഞ്ഞിട്ട് ഒരു കർമ്മമൊന്നും ആർക്കും എഴുതി വെച്ചിട്ടില്ല. അതിനെ 5:14, 5:15 ശ്ലോകങ്ങളിൽ നമ്മൾ കാണാൻ പോവുകയാണ്.
ആർക്കും ഇന്ന കർമ്മം ഇന്ന ആര് ചെയ്യട്ടെ എന്ന് ഈശ്വരൻ വിധിക്കുന്നില്ല എന്നാണ് അവിടെ പറയുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ എങ്ങനെയാണ് സ്വധർമ്മം എന്ന് പറയുന്നത്? അവനവന് എപ്പോഴാണോ ഓരോ കർമ്മങ്ങൾ അവന് വിഹിതമായിട്ട് വരുന്നത്, അതാണ് അവന്റെ സ്വധർമ്മം. അവനത് ചെയ്യണം. അത്രേ ഇപ്പം യുദ്ധം ചെയ്യാൻ ആയുധങ്ങളുമൊക്കെ ആയിട്ട് യുദ്ധഭൂമിയിൽ എത്തിയിരിക്കുന്നവന് അവിടെ അവന്റെ സ്വധർമ്മം എന്ന് പറയുന്നത് യുദ്ധം ചെയ്യുക എന്നുള്ളത്, ശത്രുവിനെ തോൽപ്പിക്കുക എന്നുള്ളതാണ്. അതവൻ ചെയ്യണം. പക്ഷെ അതവൻ തനിക്ക് എന്തെങ്കിലും മറ്റേ ശത്രു ഇട്ടിരിക്കുന്ന എന്തെങ്കിലും ഒരു സാധനം, അവന്റെ കയ്യിലുള്ള എന്തെങ്കിലും സാധനം തനിക്ക് വേണമെന്നും പറഞ്ഞ് ചെയ്യരുത്. അതാണ് വിഗുണമായിട്ടുള്ള കർമ്മം. അതേസമയം ഗുണങ്ങളാൽ സമ്മൂഢനാക്കപ്പെടുന്ന ആൾ ചെയ്യുമ്പോൾ അവൻ ഗുണങ്ങളുടെ സ്വാധീനത്തിൽ തന്നെ ആയിരിക്കും. അവൻ ഗുണകർമ്മമാണ് ചെയ്യുന്നത്. അതിവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഗുണകർമ്മമാണെന്ന്. പ്രകൃതയെ ഗുണസമ്മൂഢ, അങ്ങനെയുള്ളവരാണ് ഗുണകർമ്മം ചെയ്യുന്നത്. അങ്ങനെ സമ്മൂഢന്മാരാകാത്ത ആളുകൾ വിഗുണകർമ്മം ചെയ്യുന്നു. അവരുടെ കർമ്മമാണ് ശ്രേഷ്ഠമായിട്ടുള്ളത്, ഉയർന്നത്. ശ്രേയാൻ സ്വധർമ്മോ വിഗുണക പരധർമാത്സു അനുഷ്ഠിതാത്. പരധർമ്മം എന്ന് പറഞ്ഞാൽ അന്യന്റെ ധർമ്മം എന്നല്ല അർത്ഥം. ഈ വിഗുണകർമ്മങ്ങൾക്ക് വിപരീതമായിട്ടുള്ള, അന്യമായിട്ടുള്ള അതേതാണ്? ഗുണകർമ്മങ്ങൾ എത്ര നല്ലോണം ചെയ്താലും അത് നല്ലതല്ല എന്നാണ്. ഗുണകർമ്മങ്ങൾ സ്വധർമ്മേ നിധനം ശ്രേയ, സ്വധർമ്മത്തിൽ മരണം സംഭവിച്ച അതും ശ്രേഷ്ഠമാണ്. സ്വധർമ്മം എന്ന് ഇവിടെ പറയുന്നത് എന്താണ്? വിഗുണമായ ധർമ്മമാണ് നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ധർമ്മത്തെക്കുറിച്ചാണ്. വിഗുണമായ സ്വധർമ്മത്തിൽ സ്വകർമ്മം ചെയ്യുമ്പോൾ നിനക്ക് മരണം സംഭവിച്ച അതും നിനക്ക് ശ്രേഷ്ഠതയാണ്. കാരണം എന്ന് പറഞ്ഞാൽ നീ പൊതുജനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ലോകത്തിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി ഒരു നന്മ ചെയ്യാണ്. ആ നന്മ ചെയ്യുമ്പോൾ നീ മരിച്ചു കഴിഞ്ഞാൽ നീ വലിയ, നമ്മൾ പറയത്തില്ലേ, രക്തസാക്ഷിയാവുന്നു, വീരമൃത്യു പ്രാപിക്കുന്നു. അതാണ് നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക്, അതാണ്. അതേസമയം ശത്രുവിന്റെ പാളയത്തിൽ പോയിട്ട് അവന് വേണ്ട സഹായങ്ങൾ ചെയ്ത് അവിടെ വല്ല മൈനും പൊട്ടി മരിച്ചാൽ അങ്ങനെ പറയുമോ നമ്മൾ? ഇല്ല. അത് ഗുണകർമ്മം. അവന് അവിടെ ശത്രുവിൻ്റെ അടുക്കൽ നിന്ന് പൈസയും മേടിച്ചുകൊണ്ട് അവർ ഒറ്റുകയാണ്, സ്വന്തം രാജ്യത്തെ ഒറ്റുകയാണ്. അവന് വിഗുണകർമ്മമല്ല, അത് ഗുണകർമ്മമാണ്. അവന് സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി പോയതാണ്. അവിടെ അവൻ മരിച്ച അങ്ങനെ അതൊന്നും ശ്രേയസ്സുള്ളതല്ല. പരധർമ്മോ ഭയാവഹക. ഗുണകർമ്മങ്ങൾ ചെയ്താൽ അത് ഭയമുണ്ടാക്കുന്നതാണ്. കാരണം ഗുണകർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ രാഗദ്വേഷങ്ങൾക്ക് നിങ്ങൾ വിധേയനായി പോവും. അതിൻ്റെ ഫലങ്ങൾ രാഗദ്വേഷങ്ങളോടുകൂടിയായിരിക്കും നിങ്ങൾ സ്വീകരിക്കുന്നത്. അപ്പം നിങ്ങൾ അതിന് രാഗദ്വേഷങ്ങൾക്ക് വിധേയരായി പോവും. ആ രാഗദ്വേഷങ്ങൾ നിങ്ങളെ വിനാശത്തിലേക്ക് നയിക്കും. അതും പറഞ്ഞിട്ടുണ്ട്. അപ്പം അർജുന ഇവിടെ ഒരു ചോദ്യം ചോദിക്കും, ഇത് എനിക്ക് ഇഷ്ടമില്ലെങ്കിലും ഞാൻ എങ്ങനെയോ ആരോ എന്നെ ബലമായി വലിച്ചു കൊണ്ടുപോകുന്ന പോലെ ഞാൻ പാപത്തിലേക്ക് പോകുന്നുണ്ട്. എന്താണ് അതിന് കാരണം? വളരെ സിമ്പിളായിട്ടുള്ള കാരണം, നിന്റെ മനസ്സിലിരിക്കുന്ന കാമങ്ങൾ തന്നെയാണ്. ആ കാമങ്ങളാണ് നിനക്ക് ദ്വേഷം ഉണ്ടാക്കുന്നത്. അതാണ് കൃഷ്ണൻ പറഞ്ഞു കൊടുക്കുന്നത്. കാമമാണ് അതിന് കാരണം. അതുകൊണ്ട് കാമത്തെ ഇല്ലാതാക്കുക, കാമത്തെ നശിപ്പിക്കുക നീ. അതാണ് കൃഷ്ണൻ പറഞ്ഞു കൊടുക്കുന്ന ഈ അധ്യായത്തിലെ അവസാനത്തെ ശ്ലോകം എന്ന് പറയുന്നത് കാമങ്ങളെ നശിപ്പിക്കുക എന്നുള്ളതാണ്. അതാണ് നീ ചെയ്യേണ്ടത്. ഇത് ഇന്ദ്രിയങ്ങളുടെയും മനസ്സിനും എല്ലാം അപ്പുറമുള്ള പരമമായ ശക്തിയെ കണ്ടിട്ട് ദർശിച്ചിട്ട് ഈ ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും ഒക്കെ അടിസ്ഥാനമാക്കി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാമങ്ങളെ നീ നശിപ്പിക്കുക. അതാണ് നീ ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നീ ഇനി നാശത്തിലേക്ക് പോകത്തില്ല, വിനാശമാ നിനക്ക് ഉണ്ടാവത്തില്ല. ഇതാണ് ആദ്യം മുതൽ ഇത് ഉപനിഷത്തുകളും ഈ ഭഗവത്ഗീതയും ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ്. കാമങ്ങളിൽ നിന്നും മുക്തരായി കഴിഞ്ഞാൽ നിങ്ങൾ ചിരഞ്ജീവികൾ, അതായത് അമരരായി മാറും എന്നാണ് പറയാം. പിന്നെ അമരരായി മാറുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ശരീരമൊന്നും നശിക്കത്തില്ലെന്നുള്ളതല്ല. അത് ആ മരണം തത്വചിന്താപരമായ അതിൻ്റെ അർത്ഥം എന്താണെന്ന് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇനി അതിലേക്ക് പോകുന്നില്ല. അപ്പൊ ഇത്രയും പറഞ്ഞിട്ടാണ് നീ വിനാശകാരിയായിട്ടുള്ള കാമങ്ങളെ നീ നശിപ്പിക്കുക. അതാണ് ഇവിടെ അവസാനം നൽകുന്നൊരു ഉപദേശം. പക്ഷേ കാമങ്ങളെ നിന്റെ ശത്രു കാമമാണെന്നുള്ള പറഞ്ഞു നിർത്തുമല്ല. നിന്റെ ശത്രു എതിരായിട്ട് നിൽപ്പുണ്ട്, നീ അവരെ തോൽപ്പിക്കണം. പക്ഷേ നീ കാമോത്സുകനായിട്ടായിരിക്കരുത് ആ യുദ്ധം ചെയ്യേണ്ടത്.
കാമങ്ങളെയെല്ലാം ഉപേക്ഷിച്ചിട്ട് നീ ചെയ്യുക, നിനക്ക് പാപം കിട്ടത്തില്ല. ഇതാണ് കൃഷ്ണൻ ഉപദേശിക്കുന്നത്. ഈ കാര്യങ്ങൾ നിങ്ങൾ സാവകാശം ചിന്തിച്ച് കൂടുതൽ മനസ്സിൽ ഉറപ്പിക്കുക. നമുക്കിനി അടുത്ത 4-ാം അധ്യായത്തിലേക്ക് പോകാം. നന്ദി, നമസ്കാരം.